നമസ്കാരം. മലയാളികൾക്കിടയിൽ സ്വർണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് അവസാനമില്ല. സ്വർണ്ണവില കൂടുകയാണ്. കഴിഞ്ഞ 1-2 വർഷത്തിനിടെയുള്ള സ്വർണ്ണവിലയിലെ മാറ്റം തന്നെയാണ് അവരുടെ പ്രധാന വിഷയം. ഇപ്പോൾ ദിവസവും സ്വർണ്ണവില കൂടിയും കുറഞ്ഞും നിൽക്കുന്നത് ആശങ്ക തന്നെയാണ്. പ്രത്യേകിച്ച് വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കും മറ്റും വലിയ തലവേദന തന്നെയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടുന്നതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ സ്വർണ്ണവിലയുമായി സംബന്ധിച്ച വിവരങ്ങൾ അറിയാം. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. പവന് 56,920 രൂപ എന്ന കഴിഞ്ഞ ദിവസത്തെ നിരക്കിൽ തന്നെയാണ് ഇന്നും സ്വർണം വിൽപ്പന നടത്തുന്നത്. ഗ്രാമില 7,115 രൂപ. മാസത്തിലെ ഏറ്റവും കുറഞ്ഞ വില അല്ല എങ്കിലും താരതമ്യേന ഭേദപ്പെട്ട നിരക്കിലാണ് വിൽപ്പന തുടരുന്നത്. അമേരിക്കയിലെ തൊഴിൽ കണക്കുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കേരള വിപണിയിൽ കഴിഞ്ഞ ദിവസത്തെ വില തന്നെ ഇന്നും തുടരുകയാണ്. രാജ്യാന്തര വിപണിയിൽ വില ഇടിവുണ്ടായപ്പോഴും കേരളത്തിൽ വില കൂടിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ട്രോയ് ഔൺസിന് $2,642 ആയിരുന്നു രാജ്യാന്തര വിപണിയിലെ നിരക്ക്. ഇത് $2,625 വരെ ഇടിഞ്ഞിട്ടുണ്ട്. നിലവിൽ $8 കൂടി തിരിച്ചു കയറി $2,633 നിരക്കിലാണ് വിൽപ്പന തുടരുന്നത്. കേരളത്തിൽ 22 കാരറ്റ് സ്വർണത്തിന് പവന് 57,200 രൂപ എന്ന നിരക്കിലായിരുന്നു ഈ മാസം സ്വർണ്ണ വിപണി ആരംഭിച്ചത്. എന്നാൽ 2-ാം തീയതി സ്വർണ്ണാഭരണ പ്രേമികൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് 480 രൂപയുടെ കുറവോടെ വില 56,720 രൂപയിലേക്ക് എത്തിയിരുന്നു. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു ഇത്. 3-ാം തീയതിയാണ് മാസത്തിലെ ആദ്യ വില വർധനവ് രേഖപ്പെടുത്തിയത്. 320 രൂപ വർദ്ധിച്ചതോടെ വില 57,040 എത്തിയിട്ടുമുണ്ട്. 4-ാം തീയതി വിലയിൽ മാറ്റമില്ലാതെ കച്ചവടം തുടരുകയായിരുന്നു. ഈ നിരക്കിൽ നിന്നുമാണ് വ്യാഴാഴ്ച 80 രൂപയുടെ വർധനവോടെ വില 57,120 എത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം വലിയ ആശ്വാസമായി 200 രൂപയുടെ ഇടിവുണ്ടാവുകയും 56,920 രൂപ എന്ന നിരക്കിലേക്ക് ഇടിയുകയും ചെയ്തിരുന്നു. സ്വർണ്ണവിലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഇടിവ് താൽക്കാലികം മാത്രമാണ് എന്നാണ് വിപണിയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയിൽ നവംബർ അവസാന വാരത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഫെഡറൽ റിസർവ് ഈ മാസം അടിസ്ഥാന പലിശ നിരക്ക് 0.5% കുറച്ചേക്കാൻ സാധ്യതയുണ്ട്. സ്വർണ്ണവില കൂടുന്നതിനായിരിക്കും ഇത് വഴിയൊരുക്കുക. അന്താരാഷ്ട്ര രംഗത്തെ മറ്റ് സാഹചര്യങ്ങളും വില വർധനവ് അനുകൂലമാണ്. ഇറാൻ, ഇസ്രായേൽ, അതുപോലെ തന്നെ ഹമാസ്, ഇസ്രായേൽ, യുക്രൈൻ, റഷ്യ സംഘർഷങ്ങളും ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ പ്രതീക്ഷിക്കാവുന്ന അമേരിക്ക ചൈന വ്യാപാര പോരും സ്വർണ്ണവിലയെ സ്വാധീനിച്ചേക്കും. അടുത്ത വർഷം അവസാനത്തോടെ സ്വർണ്ണവില ഔൺസിന് $3,000 വരെ എത്തിയേക്കും എന്നാണ് വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ സ്വർണ്ണവില പവന് 65,000 രൂപ മുതൽ 70,000 രൂപ വരെ എത്തിയേക്കാം. എന്തായാലും സ്വർണ്ണവില കുറയും എന്ന് കരുതി ഇനി നിങ്ങൾ കാത്തിരിക്കരുത്. അത് വലിയ മണ്ടത്തരം തന്നെയായി പോകുമെന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ അഡ്വാൻസ്ഡ് ബുക്കിംഗ് സൗകര്യങ്ങളെല്ലാം തന്നെ മിക്ക ജ്വല്ലറികളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്ന് സ്വർണം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം വരെ നമുക്ക് ആ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്കീമുകളാണ് പല ജ്വല്ലറികളും നടത്തുന്നത്. ഇനി ഭാവിയിൽ സ്വർണ്ണവില കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാം. അതല്ല, ഇനി കൂടുകയാണെങ്കിൽ ഈ വിലയ്ക്ക് ഇന്ന് ബുക്ക് ചെയ്ത വിലയ്ക്ക് വാങ്ങാം. അതാണ് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് തന്നെ അറച്ചിരിക്കാതെ സ്വർണം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ താമസിയാതെ തന്നെ അടുത്ത ജ്വല്ലറികളിലേക്ക് എത്രയും പെട്ടെന്ന് പോവുക. സ്വർണം വാങ്ങി വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. നാളെ കുറയുമെന്ന് കരുതി ഇരിക്കുന്നത് വലിയ മണ്ടത്തരം തന്നെയായിരിക്കും.